എന്റെ കയ്യില് ഒരു ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടമാണ്. ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഈ കാവി കളറിൽ കാണുന്നതെല്ലാം BJP നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 11 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. കൂടാതെ 7 സംസ്ഥാനങ്ങൾ, ഈ മഞ്ഞ കളറിൽ കാണുന്ന 7 സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം കാണുന്നതാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന, നമ്മൾ ജനിച്ച നമ്മുടെ കൊച്ചു കേരളം. ഈ താഴെ കാണുന്നത്, ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ ഭാഗമാണ് ത്രിപുര. ഈ 2 സ്ഥലത്തും മാത്രം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തിയുള്ള സ്ഥലത്ത്, വർഷങ്ങൾക്ക് പിറകിലേക്കൊന്ന് പോയാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും എന്തിനാണ് പറശ്ശിനിക്കടവിലെ ആ സ്നേക്ക് പാർക്ക് കത്തിച്ചു കളഞ്ഞത് എന്ന് കരുണാകരേട്ടന് ഓർമ്മയുണ്ടാകും. പഴയ ആളുകൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അന്നെല്ലാം മൃഗങ്ങളോടോ പക്ഷികളോടോ പാമ്പിനോടോ പോലും ദയ കാണിക്കാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ തുടർന്നു വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ ഈ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഇല്ലാത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് പ്രവർത്തകർ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. മധ്യപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ബീഹാറിലുണ്ട്. ഞങ്ങൾ അവരെ ഒന്നും ഇതുപോലെ ആക്രമിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ സഹിച്ചു മടുത്തു മിസ്റ്റർ നികേഷ്. കേരളത്തിൽ നമുക്ക് സമാധാനം വേണം. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവകാശം വേണം. കണ്ണൂർ ജില്ല, ഞങ്ങളാണ് കൂടുതൽ ആളുകൾ കണ്ണൂർ ജില്ലയിൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്ഥലം തന്നെയാണ് പാർലമെന്റ്. അത് ചോദ്യം ചെയ്യാനുള്ള സ്ഥലമാണ് രാജ്യസഭ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ MP-മാർ ഇനിയെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ, രാജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത്? ഒരു SC വിഭാഗത്തില് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ മകനെ കൊന്നുകളഞ്ഞില്ലേ? അപ്പൊ കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ മുഴുവൻ പറയാൻ അനുവദിച്ചില്ല, ഉത്തമൻ എന്ന് പറയുന്ന ബസ് ഡ്രൈവറുടെ മകനെ ആ അമ്മ പട്ടിണി കിടന്ന് വളർത്തി വലുതാക്കി. വെറുതെ വിട്ടില്ല നികേഷ്. അവന്റെ പേരാണ് റമിത്ത്. ആ റമിത്തിനെ യൗവനാവസ്ഥയിൽ തന്നെ കൊലപ്പെടുത്തി. ഇതെല്ലാം ആ പഞ്ചായത്തിലല്ലേ, മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിലല്ലേ? എന്തേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാതിരുന്നത്? അക്രമ രാഷ്ട്രീയം നിർത്തണമെന്ന് RSSന്റെ അഖിലേന്ത്യാ നേതാവ് കേരളം സന്ദർശിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ, സമാധാനം വേണം, കേരളത്തിന്റെ മണ്ണിലും സമാധാനം വേണം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ. എന്താണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? വരമ്പത്ത് കൂലി കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനി കേരളത്തിന്റെ മണ്ണിൽ ഈ അക്രമ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന സാഹചര്യത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം മുന്നോട്ട് പോയാൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇപ്പൊ ആളുകൾ ഉണ്ടായിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന